ജന്തർ പ്രൊട്ടസ്റ്റിൽ പോലീസും ഇവരുമായിട്ട് ചിലപ്പോൾ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് മറ്റെവിടെയെങ്കിലും എടുത്ത് ഒരു കലാപം നിങ്ങൾ കണ്ടോ? അതിനോട് എന്ത് പ്രസക്തി ഉണ്ട്? നിങ്ങൾ നിയമത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ലാത്തിയിൽ ആണി അടിച്ചിട്ട് തല്ലാൻ പോലീസിന് ഏത് നിയമം അനുവദിക്കുന്നത്? ലാത്തിയിൽ ആണി അടിച്ചുകൊണ്ടും സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട പെല്ലറ്റ് അതിനൊക്കെ കാശ്മീരിൽ പറഞ്ഞു കൊടുക്കണ. ये तो बहुत गलत है। എങ്ങനെയുണ്ട്? ഓർമ്മ വേണം. இப்போ ஏதாவது சொல்லணுமா? ഈ യുവമോർച്ച നേതാവിന് നിങ്ങൾ പോലീസിനെതിരെ നിങ്ങൾ സമരം നടത്തുമ്പോ പോലീസിനെതിരെ ആക്രമണം നടത്തിയിട്ടില്ലേ? നിങ്ങൾ പോലീസിനെതിരെ അടിച്ചിട്ടില്ലേ? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. നിങ്ങൾ പോലീസ് വാഹനം ആക്രമിച്ചിട്ടില്ലേ? അത് സ്വാഭാവികമാണ്. ഈ കൊച്ചി നമ്മുടെ വില കളയും. അനാർക്കി ഉണ്ടാക്കിയത് സർക്കാരാണ്. നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്ത് കുട്ടികൾ 10-22 പേര് ആത്മഹത്യ ചെയ്തതിനു ശേഷം റീനീറ്റ് പ്രഖ്യാപിച്ച പരീക്ഷ നടന്നതിന് ശേഷം ഈ നിരീക്ഷക സുഹൃത്ത് പറഞ്ഞെന്താ അറിയോ? പരീക്ഷ ക്യാൻസൽ ചെയ്ത് വീണ്ടും റീനീറ്റ് നടത്തിയ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വീണ്ടും പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് അത് തിരുത്താൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ഷാബു പ്രസാദ്. ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ പറയാനുള്ള സാഹചര്യം പറയാനുള്ള 22 ലക്ഷം കുട്ടികളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും അവസരം കിട്ടിയത് പറഞ്ഞത് ശരിയാണ്. ഈ രാജ്യത്തെ ജെൻസി ചെയ്ത ഒരു വലിയ പ്രക്ഷോഭം അതിന് ഫലം കണ്ടു. ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങളുടെ ആ സ്വരം ഞാൻ കേട്ടത്? UPA ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ. അന്ന് വിദ്യാർത്ഥികൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കണം. അതിൽ നിന്നൊക്കെ എന്തോരം മുകളിലേക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോയിട്ടുള്ളത്. എത്ര MBBSന്റെ സീറ്റുകൾ കൂട്ടി, എത്ര MBBS കോളേജുകൾ. പുതിയ സർക്കാർ പൂട്ടിയ പൊതുവിദ്യാലയങ്ങളുടെ കണക്ക് നിങ്ങൾ പറഞ്ഞാൽ 40,000-ൽ പരം പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് പൂട്ടി. അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ ഞാൻ പോട്ടെ.